അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. നിത്യജീവിതത്തിൽ നാട്ടിലായാലും വിദേശത്തായാലും നമ്മൾ പലതരം പാവപ്പെട്ട ആളുകളെ കാണാറുണ്ട്. അതിൽ ചിലർ രോഗികളായിരിക്കും, ചിലർ ഭക്ഷണം കിട്ടാത്തവരായിരിക്കും. അതുപോലെ പലവിധ സഹായങ്ങൾ അർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്കായി എന്തെങ്കിലും കിട്ടുന്നത് സദക്ക കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നാം കൊടുക്കുന്ന സദക്ക എന്ന് വെച്ചാൽ അത് ഉറവയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിന് തുല്യമാണ്. ആ വെള്ളം കോരിയാൽ മാത്രമേ ആ കിണറ്റിൽ വീണ്ടും വീണ്ടും ഉറവെടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ വെള്ളം വറ്റിപ്പോകും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഉദാഹരണങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇമാം തബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ സദക്ക ചെയ്യുവിൻ, സദക്ക നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കും. മറ്റൊന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. അത് ഒരു ചീന്ത് കാരക്ക കൊണ്ടെങ്കിലും, അതായത് ഒരു ചീന്ത് കാരക്ക ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണം. അതില്ലെങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും. ഇത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊന്ന്, സദക്ക നിങ്ങളെ ദുർമരണത്തിൽ നിന്ന് രക്ഷിക്കും. സദക്ക അതിൻ്റെ ആളുകളെ ഖബറിലെ ചൂടിൽ നിന്ന് രക്ഷിക്കും. വിശ്വാസിക്ക് ഖിയാമത്ത് നാളിൽ സദക്ക തണലാകും. ഇതൊക്കെ തബ്രാനിയുടെ ഹദീസിലുള്ളതാണ്. മറ്റൊന്ന്, ഒരാൾ തൻ്റെ സഹോദരന് വയറ് നിറയെ റൊട്ടിയും ദാഹം തീരുവോളം വെള്ളവും നൽകിയാൽ അള്ളാഹു അയാളെ നരകം വിട്ട് 7 കിടങ്ങുകൾക്ക് അകലെയാക്കും. ഓരോ കിടങ്ങുകളുടെ ദൂരം 700 കൊല്ലത്തെ വഴിദൂരമുണ്ടാകും. 2 കിടങ്ങുകൾക്കിടയിൽ 500 കൊല്ലത്തെ വഴിദൂരമാണെന്നാണ് മറ്റൊരു ഹദീസിൽ വരുന്നത്. മറ്റൊരു ഹദീസ് ഇപ്രകാരം പറയുന്നു, ഒരാൾ മറ്റൊരാൾക്കൊരു വസ്ത്രം ധരിപ്പിച്ചാൽ അതിലൊരു കീറക്കഷണം ബാക്കിയായിരിക്കുമ്പോഴെല്ലാം അയാൾ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും. നസായി. മറ്റൊന്ന്, എത്ര ഹൂറികൾ, അവരുടെ മഹറാകട്ടെ ഒരു പിടി ഗോതമ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പിടി കാരക്ക മാത്രമാണ്. മറ്റൊന്ന്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വിശപ്പ് തീരാൻ ഭക്ഷണം കൊടുത്താൽ ഖിയാമത്ത് നാളിൽ സ്വർഗപ്പഴങ്ങൾ അയാൾക്ക് അള്ളാഹു തീറ്റിക്കും. വല്ല വിശ്വാസിയും മറ്റൊരു വിശ്വാസിക്ക് ദാഹം തീർത്താൽ ഖിയാമത്ത് നാളിൽ സീല് വെച്ച മദ്യചഷകത്തിൽ നിന്ന് അള്ളാഹു അയാൾക്ക് കുടിപ്പിക്കും. വല്ല വിശ്വാസിക്കും വല്ല വിശ്വാസിയും വസ്ത്രമണിയിച്ചാൽ സ്വർഗത്തിലെ പട്ടുടയാളകൾ അയാൾക്ക് അള്ളാഹു ഖിയാമത്ത് നാളിൽ അണിയിക്കും. തുർമതി. മറ്റൊന്ന്, ഒരാൾ തൻ്റെ ആരോഗ്യഘട്ടത്തിൽ 1 ദിർഹം ദാനം ചെയ്യലാണ്
മരണഘട്ടത്തിൽ 100 ദിർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം. അബൂദാവൂദ് ഉദ്ധരിക്കുന്നു. മറ്റൊരു ഹദീസ്, ഒരു നാൾ വരും മുമ്പ് ദാനം ചെയ്യുവിൻ. അന്ന് ദാനം ചെയ്യാൻ ചെന്നാൽ പറയും, എന്തേ ഇന്നലെ കൊണ്ടുവരാത്തത്? ഇന്നെനിക്ക് ആവശ്യമില്ല. അത് വാങ്ങാൻ ആരും തയ്യാറാവുകയുമില്ല. ബുഖാരി, മുസ്ലിം. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, വല്ലവനും ദാനത്തിൻ്റെയോ കുടുംബബന്ധം ഇണക്കലിൻ്റെയോ ഒരു കവാടം തുറന്നാൽ അള്ളാഹു അയാൾക്ക് സമൃദ്ധി നൽകും. വല്ലവനും ധനം വർദ്ധിപ്പിക്കാൻ യാചനയുടെ വാതിൽ തുറന്നാൽ അള്ളാഹു അയാൾക്ക് അതുമൂലം ദാരിദ്ര്യം നൽകും. ബൈഹഖി. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ വജിഹ് കൊണ്ട് ആരെങ്കിലും യാചിച്ചാൽ കൊടുത്തവന് 70 നന്മകളുണ്ട്. മറ്റൊന്ന്, മിസ്കീനുകൾ നുണ പറയുന്നില്ലെങ്കിൽ അവരെ മറികടക്കുന്നവർ വിജയിക്കുമായിരുന്നില്ല. തബ്രാനി. മറ്റൊന്ന്, മിസ്കീന്മാർക്ക് കൊടുക്കുന്നത് സദക്കയും ബന്ധുക്കൾക്ക് കൊടുക്കുന്നതാകട്ടെ സദക്കയും അതോടൊപ്പം കുടുംബബന്ധം ചേർക്കലുമാണ്. രഹസ്യമായ ദാനം അള്ളാഹുവിൻ്റെ കോപം കെടുത്തും. കുടുംബബന്ധം വിളക്കി ചേർക്കുന്ന ദാനം ആയുസ് നീട്ടും. നന്മ ദുരന്തങ്ങളെ കാക്കും. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, യാചകന് കൊടുപ്പിൻ, അവൻ കുതിരപ്പുറത്ത് വന്നാൽ പോലും. യാചകൻ വന്നാൽ അവൻ്റെ കയ്യിൽ ഒരു ചുട്ട കുളമ്പെങ്കിലും വെച്ചു കൊടുക്കുവിൻ. നിങ്ങൾ വല്ലതും ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ ചെയ്യാം. അവർ മുസ്ലിങ്ങളാണെങ്കിൽ അതിൻ്റെ കൂലി അയാൾക്കും മാതാപിതാക്കൾക്കും കിട്ടും. ആർക്കും കൂലിയൊന്നും കുറയുന്നതുമല്ല. ഇങ്ങനെ നിരവധിയായ ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, 7 എണ്ണത്തിൻ്റെ പുണ്യം ഖബറിൽ എത്തിക്കൊണ്ടിരിക്കും. 1 അറിവ് പഠിപ്പിച്ചത്, 2 തോട് കീറിയത്, 3 കിണർ കുഴിച്ചത്, 4 മരം നട്ടത്, 5 പള്ളി നിർമ്മിച്ചത്, 6 മുസാഫ് വാങ്ങിയത്, 7 മക്കളുടെ പ്രാർത്ഥന എന്നിങ്ങനെ 7 കാര്യങ്ങൾ ഓരോ വ്യക്തിക്കും ഖബറിൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരാൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരു മേഘത്തിൽ നിന്നൊരു ശബ്ദം, ഇന്നവൻ്റെ തോടും നീ തേവിക്കൊടുക്കണം. മേഘം നീങ്ങി. അതൊരു തോട്ടത്തിൽ ഒരു ചാലിലേക്ക് വെള്ളം ചൊരിഞ്ഞു കൊടുത്തു. തോട്ടക്കാരൻ കൈക്കോട്ടെടുത്ത് വെള്ളം തിരിച്ചു കൊണ്ടിരുന്നു. എന്താണ് പേരെന്ന് ചോദിച്ചപ്പോൾ മേഘത്തിൽ മുഴങ്ങിയ പേര് പറഞ്ഞു. പേര് ചോദിച്ചത് എന്തിനെന്ന് അയാൾ ചോദിച്ചു. ഇയാൾ പറഞ്ഞു, മേഘത്തിൽ നിന്ന് താൻ ഇന്നതൊക്കെ കേട്ടുവെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ ഈ തോട്ടത്തിലെ ആദായം 3ആയി ഭാഗിക്കുന്നു. എൻ്റെയും കുട്ടികളുടെ ചെലവിനുമാണ് 1/3, ദാനത്തിനായി 1/3, തോട്ടത്തിന് ചിലവ് ചെയ്യാൻ 1/3. ഇങ്ങനെ വീതിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അശരീരി കേട്ടത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വരുന്നു. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു യാചകൻ വന്നു. അയാൾക്ക് ഒന്നും കൊടുക്കാൻ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ വായിലുണ്ടായിരുന്ന ഒരു ഉരുള ഭക്ഷണം പുറത്തെടുത്ത് ആ യാചകന് കൊടുത്തു. പിന്നെ കാലങ്ങൾക്ക് ശേഷം അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. ഒരു ദിവസം അതിനെ ഒരു ചെന്നായ എടുത്ത് ഒരോട്ടം. അവളും ഓടി പിന്നാലെ. മോനെ മോനെ എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് അവർ ഓടിയത്. ഉടനെ ഒരു മലക്ക് വന്ന് ചെന്നായിയെ പിന്തുടർന്നു. ആ മലക്ക് കുഞ്ഞിനെ ചെന്നായിൽ നിന്ന് പിടിച്ചെടുത്തു. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, മോനെ നീ ഉമ്മയോട് പറ, ഉമ്മാക്ക് അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട്. ഇത് പിടിയാണ്. അതായത് നിന്റെ ഉമ്മ വായിലുള്ള ഭക്ഷണം, ഒരു പിടി ഭക്ഷണം യാചകന് കൊടുത്തത് കൊണ്ട് മറ്റൊരു ജീവി നിന്റെ ഭക്ഷണമാക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ അള്ളാഹു ആ കുട്ടിയെ ചെന്നായിൻ്റെ വായിൽ നിന്ന് അവൾക്ക് പിടിച്ചെടുത്ത് തിരികെ നൽകിയെന്ന്. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വരുന്നു, പൂർവ്വ സമുദായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളൊരു വേട്ടക്കാരനാണ്. അങ്ങനെ അയാൾ ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു കിളിക്കൂട് കണ്ടെത്തി. ആ പക്ഷി മുട്ടയിട്ടാൽ
മുട്ടയിട്ട് വിരിയിച്ചാൽ ഉടനെ കൂടുമെടുത്ത അയാൾ പോയിട്ട് ഈ കുട്ടികളെ കൊന്നു തിന്നു. അതായിരുന്നു ഇയാളുടെ പരിപാടി. അങ്ങനെ പക്ഷി വളരെ കഷ്ടത്തിലായി. ഒരു ദിവസം പക്ഷി പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഇയാളെ കൊണ്ട് എൻ്റെ കുലം മുടിഞ്ഞു പോകും, നീ ഇയാളെ എന്തെങ്കിലും ചെയ്യണമേ എന്ന് ആ പാവം പക്ഷി തൊണ്ട വരണ്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. അള്ളാഹു പക്ഷിക്ക് സന്ദേശം നൽകി, ഇനി അയാൾ ഇത് ആവർത്തിച്ചാൽ ഞാൻ അയാളെ തീർത്ത് കളയുമെന്ന്. വീണ്ടും പക്ഷി മുട്ടയിട്ടു. കുഞ്ഞുങ്ങൾ വിരിഞ്ഞതറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പത്തിരിയും തിന്നുകൊണ്ട് മരത്തിനടുത്ത് ആ പക്ഷിയുടെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി നീങ്ങുന്ന സമയത്ത് ഒരു യാചകൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു പത്തിരി എനിക്ക് താ. അയാൾ ഒന്ന് യാചകന് വെച്ച് നീട്ടി. പിന്നെ ചെന്ന് പക്ഷിക്കൂടുമെടുത്ത് താഴേക്കൊരു ഏറ്. ഇത് കണ്ട് പക്ഷി വല്ലാതെ കരഞ്ഞു. തമ്പുരാനെ, നീ കരാർ ലംഘിക്കുകയില്ലല്ലോ, ഇയാൾ എന്താണ് മരിക്കാത്തതെന്ന് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ഞാൻ തന്ന കരാർ ശരി തന്നെ, പക്ഷെ അതിനൊരു തടസ്സം വന്നു കൂടിയതിന് ഞാൻ ആളല്ല. അയാൾ ദാനം കൊടുത്തയാളാണ്. ദാനം കൊടുത്ത ദിവസം അയാളെ അപകട മരണത്തിൽപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് എന്ത് ചെയ്തു? ഈ പക്ഷിക്ക് അള്ളാഹു സന്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതുപോലെ ദാനധർമ്മത്തിന് ഒരുപാട് കഥകൾ ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം. ജരീരി തങ്ങൾ പറയുന്നു, ഞങ്ങളൊരിക്കൽ സത്രത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഫക്കീർ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ മുടി ആകെ നീണ്ട് ചപ്രിച്ചിരിക്കുന്നു. നീണ്ട താടിയാണ്, മെലിഞ്ഞ ശരീരമാണ്, കാലിൽ ചെരുപ്പില്ല. ഒരു സാധു യുവാവാണ്. അസറിൻ്റെ നേരത്താണ് അയാൾ വന്നത്. നിസ്കരിച്ച ശേഷം ഒരൊറ്റ ഇരുത്തം. തല കുപ്പായത്തിൻ്റെ മാറിൽ പൂഴ്ത്തി ഒട്ടകപ്പക്ഷി നയം സ്വീകരിച്ച പോലുള്ള ഒരു ഇരുത്തം. ഇഷ വരെ അയാൾ അനങ്ങിയില്ല. ഇഷ നിസ്കരിച്ച ശേഷവും അതേ ഇരുത്തം തന്നെ, അനക്കമില്ല. കഷ്ടത്തിലായി. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഖലീഫയുടെ കൊട്ടാരത്തിൽ നിന്ന് അത്താഴത്തിന് ക്ഷണം കിട്ടിയിരുന്നു. ഞങ്ങൾ അതിന് പോകുന്ന സമയത്ത് അയാളെയും വിളിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് മനസ്സില്ല, ഞാൻ വരില്ല. നിങ്ങൾ എന്നാ ചെയ്യും? നിങ്ങൾ പോയിക്കോ. ഞങ്ങൾ പോകുമ്പോൾ ഫക്കീർ പറഞ്ഞു, എനിക്ക് ചൂടുള്ള ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രം പൊടിയരിക്കഞ്ഞി കൊണ്ടുതരണം. ഇത് കേട്ട് ഞങ്ങൾക്ക് അരിശം വന്നു. ഇയാൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ മനസ്സില്ല. പൊടിയരിക്കഞ്ഞി ഞങ്ങൾ ഇങ്ങ് എത്തിക്കണമെത്രേ. ഇയാൾ ആര്? ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോഴും അയാൾ ഒട്ടകപ്പക്ഷിയുടെ ഇരുത്തം തുടരുകയാണ്. വളരെ ദേഷ്യം തോന്നി. ഇയാൾക്കെന്താ ഭ്രാന്തനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. ഉടനെ എനിക്കൊരു സ്വപ്നദർശനം. ഒരു സംഘം ആളുകൾ, ഏകദേശം വലിയ കൂട്ടം ആളുകളാണ്. ഞാൻ ചോദിച്ചു, ആരാണവർ? മറുപടി ഉണ്ടായി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അന്ത്യപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മുന്നിൽ. ഞാൻ നബിയുടെ അടുക്കലെത്തി. നബി മുഖം തിരിച്ചു കളഞ്ഞു. ഞാൻ സലാം ചൊല്ലി. നബി സലാം മടക്കിയില്ല. ചന്ദ്രനെ പോലുള്ള മുഖത്ത് കോപത്തിൻ്റെ തീപ്പൊരികളാണ്. ഞാൻ ചോദിച്ചു, നബിയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നബി എന്നെ തുറിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ സമുദായത്തിലെ ഒരു ഫക്കീറിനെ അവഹേളിച്ചു. അയാളുടെ ആഗ്രഹം നിരസിച്ചു. അയാൾ ഒരു കപ്പ് പൊടിയരി കഞ്ഞിക്കല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ ആകെ കിടുകിടുത്തു പോയി. ഉടനെ ഉറക്കം ഞെട്ടി ഉണർന്നു. ഞാൻ എഴുന്നേറ്റ് ആ ഫക്കീറിന് നേരെ ഓടി. നേരം പാതിര കഴിഞ്ഞിരിക്കുന്നു. ഫക്കീറിനെ കാണാനില്ല. ഞാൻ പുറത്തേക്ക് ഓടി. ഓടുന്ന വഴിക്ക് ഒരിടത്ത് ഫക്കീർ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. ഫക്കീർ പോകാനിറങ്ങിയതാണ്. ഞാൻ പറഞ്ഞു, നിൽക്കൂ, പൊടിയരി കഞ്ഞി തരാം. ഫക്കീർ തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ ചോരക്കട്ട. ഒരിറ്റ് പൊടിയരി കഞ്ഞിക്ക് 1,24,000 അമ്പിയ മുർസലുകളുടെ ശുപാർശ വേണം അല്ലേ നിങ്ങൾക്ക്?
അവരെ കൊണ്ടൊക്കെ ശുപാർശ ചെയ്യിപ്പിച്ച് കഞ്ഞി കുടിക്കാൻ എനിക്ക് മനസ്സില്ല. നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ കഴുതേ എന്ന് പറഞ്ഞ് ഫക്കീർ ഒരൊറ്റ ഓട്ടം. എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറി. ഇതാണ് മഹാനവറുകൾ പറഞ്ഞ കഥ. ഇത്തരത്തിൽ നമ്മുടെ മുന്നിലെത്തുന്നവർ ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയേണ്ടത് അല്ലെങ്കിൽ നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം: ആരെയും മടക്കി അയക്കാതിരിക്കുക. നമ്മുടെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ നമ്മൾ അവരെ അപമാനിച്ചയക്കാതെ കയ്യിലുണ്ടെങ്കിൽ വല്ലതും കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരോട് നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചയക്കുക. ആയിഷ ബീവി വല്ലതും ദാനം ചെയ്താൽ അത് വാങ്ങിയവൻ്റെ പിന്നാലെ അയാൾ അറിയാതെ ഒരാളെ വിടുമായിരുന്നത്രേ. എന്നിട്ട് വാങ്ങിയവൻ ആയിഷ ബീവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി അറിഞ്ഞാൽ അയാൾക്ക് പകരം അങ്ങോട്ടും പ്രാർത്ഥിക്കും. അയാൾ വീട്ടിലെത്തുന്നത് വരെ ഇത് തുടരും. അയാളുടെ ദുആ ദാനത്തിൻ്റെ വിലയാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ബീവി പറഞ്ഞത്. ഇതുകൊണ്ടാണ് നമ്മുടെ ചില അനുചരർ പറയുന്നത് ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ കൊടുത്തവൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും സുന്നത്താണെന്ന്. എങ്കിൽ പിന്നെ അയാൾ പ്രാർത്ഥിച്ചാൽ അത് ദാനത്തിൻ്റെ വിലയാകില്ലല്ലോ. അബ്ദുറഹ്മാൻ പറയുന്നു, എൻ്റെ പിതാവ് പറഞ്ഞു, മകനെ, നീ ആർക്കെങ്കിലും വല്ലതും കൊടുത്താൽ പിന്നെ നീ അയാളെ കാണുമ്പോൾ സലാം ചൊല്ലുന്ന പക്ഷം അയാൾ എഴുന്നേറ്റ് നിന്നെ ബുദ്ധിമുട്ടി നിന്നെ ആദരിക്കുമെന്ന് കണ്ടാൽ നീ പിന്നെ സലാം പറയാൻ പോകാതിരിക്കുകയാണ് വേണ്ടത്. അയാളെ ബുദ്ധിമുട്ടിക്കരുത്. ബുദ്ധിമുട്ടിക്കുക എന്നാൽ അയാളെ എന്തിനെങ്കിലും നിർബന്ധിക്കുക, സ്വൈര്യം കൊടുക്കാതെ പെരുമാറുക, ശകാരിക്കുക, ഇതൊക്കെ പെടും. അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ആവതും ആഫിയത്തും നൽകുമാറാകട്ടെ. ചെയ്ത ദാനങ്ങളും ധർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.